നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ വിവാഹ ശുശ്രൂഷ നടക്കുവാൻ തക്കോണം ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം അവരുടെ നെറ്റിമേലും ശിരസിന്മേലും എരുമാറാകട്ടെ. ഈ ശുശ്രൂഷ പര്യവസാനിക്കുന്നതിന് മുമ്പായി 3 പ്രിയപ്പെട്ടവർ ആശംസയുടെ ചില വാക്കുകൾ പറയുന്നതിന് ആഗ്രഹിക്കുന്നു. പ്രത്യേകം നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ബാക്കി ശുശ്രൂഷകൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഫെലിസിറ്റേഷനായിട്ട് ആദ്യം പ്രിയ കത്തുദാസൻ സാമുവൽ ജോർജ്, തുടർന്ന് കത്തുദാസൻ VM സണ്ണി, തുടർന്ന് കത്തുദാസൻ PP ജോർജ് എന്നിവർ മുമ്പോട്ട് കടന്നു വന്ന് 2 മിനിറ്റ് കൊണ്ട് ഫെലിസിറ്റേഷൻ പറയുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിവാഹ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ 1-2 കാര്യങ്ങൾ പ്രിയ ഡിജോയുടെ ബന്ധത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഇളയ സിസ്റ്ററിൻ്റെ മകനാണ് ഡിജോ. ദൈവം അവർക്ക് 4 മക്കളെ ദാനമായിട്ട് കൊടുത്തു. ഇത് 3ാമത്തെ മകനാണ്. ബാല്യകാലത്തിൽ തന്നെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവനായിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവജനത്തിന് പ്രയോജനമുള്ളവനായി മുൻപോട്ട് പോകുന്നു. തന്റെ പിതാവ് ഒരു സുവിശേഷകനാണ്, ശരീരത്തിൽ ബലഹീനനാണ്. എന്നാൽ തന്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ നാളുകളിൽ ഒരു താങ്ങായിരുന്നത് പ്രിയ ഡിജോയിയാണ് എന്നുള്ളത് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. 4 മക്കളെ ദാനമായിട്ട് കൊടുത്തു. എന്നാൽ അവരിൽ ഏറ്റവും കഴിവുള്ളവൻ ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് പറയുകയില്ല. എന്നാൽ പ്രിയ മെർലിന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് 1000 സ്തോത്രം കരയറ്റുവാനായിട്ടുള്ള വകയുണ്ട്. കാരണം അനേകമായ ആത്മീയമായ കഴിവുകൾ തന്നിൽ നിക്ഷിപ്തമായിട്ടുണ്ട് എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നല്ല ഒരു സംഘാടകനാണ്. ഇന്ന് ഇവിടെ ഒരു സുവിശേഷ മഹായോഗം ക്രമീകരിക്കണമെന്ന് ഡിജോയോട് പറഞ്ഞാൽ ഡിജോ അത് തനിയെ ചെയ്യും. അതിനുള്ള കഴിവും പ്രാപ്തിയും ഡിജോയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ തരുണത്തിൽ തുടർന്നും ദൈവം അവരെ ആക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് കൂടുതൽ പ്രയോജനമുള്ളവരായിട്ട് ജീവിപ്പാനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ. ഇരു ഭവനങ്ങൾക്കും അവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. നടപ്പിലും വിശ്വാസത്തിലും സ്നേഹത്തിലും അതെ നീ നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായി ജീവിക്കുക. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ തുടർന്ന് ജീവിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ഇന്ന് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ദൈവത്താൽ നിങ്ങൾ യോജിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുന്നതിന് വേണ്ടി ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. What a joyous and blessed occasion in the life of dear Dijo and dear Merlin. Merlin's dad is working with me for the past 32 years in Bahrain. Thomas and Mercy are very close to us, very dear to us. And we as a family know Merlin right from her day of birth. So we are really happy to be
joining with them in this blessed occasion. God has blessed both the families and guided them to take a decision so that today they are joined together in the holy matrimony. Both Dijo and Merlin were treading their life in different paths and roads until today. But today they have joined together, and the rest of their life they'll be walking in one way and one road together until death separate them. As we were hearing from the Word of God, there are many instructions given in the Scripture for a blessed married life. I want to simplify that in 2 words. Dear Dijo, ensure to love your wife Merlin. And dear Merlin, ensure that you submit to your husband. Very, very important scripture. Very simple, at the same time, straightforward. If you continue to stick on to that scripture, I'm sure God will abundantly bless your life. We know that you are born and brought up in different families. Today you are going to be together, and it's a lifelong journey to understand each other. As our dear servant was mentioning, there are a lot of frictions in family life these days. If you understand each other, that will iron out the differences. They will understand each other. They will be to love each other, care each other, and it will be a peaceful and blessed life. Let me say these words and close my best wishes to them. That the Lord bless you both and keep you. That the Lord make His face shine on you both and be gracious to you both. That the Lord turn His face toward you and give you both peace. May God bless dear Dijo and Merlin in their family life. Thank you. ഡിജോയുടെ കുടുംബത്തെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞു. ഒരു വാക്ക് മെർലിൻ്റെ കുടുംബത്തെക്കുറിച്ചും പറയാം എന്ന് ആഗ്രഹിച്ചു. വടക്കൻ കേരളത്തിലെ സുപ്രസിദ്ധ സുവിശേഷ പ്രവർത്തകനായിരുന്ന CT മത്തായിച്ചൻ്റെ കൊച്ചുമകളാണ് മെർലിൻ. ഡിജോ സുപ്രസിദ്ധ സുവിശേഷകൻ CM ജോണിൻ്റെ മകനും. ഇവരുടെ കുടുംബജീവിതം എല്ലാ നിലയിലും ധന്യമായി തീരണം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു കുടുംബമായിട്ട് ഇവരുടെ കുടുംബം തീരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടി വന്നത്. അവർ എന്നും സന്തോഷത്തിൻ്റെ നാളുകൾ പ്രദാനം ചെയ്യുവാൻ അവരുടെ ഭവനങ്ങൾക്കും സഭകൾക്കും അവർ മാതൃകളായി തീരുവാൻ ഇടയാകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ മറ്റുള്ളവർക്ക് ഒരു താങ്ങും തണലുമായിട്ട് തീരണം. അവർ ഒരു തണൽ മരമായിട്ട് തീരുവാൻ ഇടയാകണം. അത് നമ്മുടെ പ്രാർത്ഥനയാണ്, എൻ്റെ പ്രത്യേക ആശംസയാണ്. മേലിൽ ഡിജോയും മെർലിനും ഞങ്ങൾ എന്ന് എല്ലാ കാര്യത്തിലും പറയുവാൻ ഇടയാകണം. താങ്ക്സ് എന്നും സോറി എന്നും പറയുന്നതിന് അവരുടെ ജീവിതത്തിൽ ഒരു വൈമുഖ്യവും ഉണ്ടാകരുത്. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് പോരായ്മ വന്നാലും ഉടനെ സോറി എന്ന് പറയുവാൻ അവർക്ക് ഇടയാകണം. അവരുടെ വീട്ടിൽ വരുന്നവരും
അവരുടെ വീട്ടിൽ അരികത്തുകൂടെ പോകുന്നവരും കൂടെ ഇതൊരു ദൈവമക്കളുടെ ഭവനമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ജീവിക്കുവാൻ ദൈവം അവർക്ക് ഭാഗ്യവും പദവിയും കൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കവിതാശകലം കൂടെ. കുദ്യുൽപ്രേമമുതിർത്തിടട്ടെ സകലാഭീഷ്ടങ്ങൾ നിങ്ങൾക്കിണി തെറ്റാതെ അമ്പൊടു ജീവകാല മനുഷ്യം ക്ഷോണീതലേ വാഴുവാനും ഏറ്റം മേന്മ ഇവർക്ക് മേലിൽ വരുവാൻ സർവേശ്വരൻ തൻകരം നീണാൾ ആശിഷമേകിടേണമതിനായി കൂപ്പുന്നു ഞങ്ങൾ കരം. May the heaven's choicest blessings are showered upon you for the coming days. ആശംസകൾ അർപ്പിച്ച ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓർപ്പിച്ചതുപോലെ ദൈവം ധാരാളമായി പ്രിയ ഡിജോയും മെർലിനെയും കുടുംബമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇരു കുടുംബങ്ങൾക്കും വേണ്ടി നന്ദി വാചകൻ പറയുവാനായിട്ട് പ്രിയ കത്തുദാസൻ CM ജോണിനെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ A. സക്കറിയ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. നന്ദിയുള്ളവരായിരിക്കും. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കരുത്. എന്റെ 2 മക്കളുടെ വിവാഹം ദൈവം നടത്തി തന്നു. കർത്താവിന് സ്തോത്രം. 2 മരുമക്കളെയും അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് മക്കളെയും ദൈവം ദാനമായി നൽകി അനുഗ്രഹിച്ചു. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ 3ാമത്തെ മകൻ ഡിയോയുടെ വിവാഹമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. ഞങ്ങൾ ഒരേ ചിന്താഗതിക്കാരാണ്. അബ്രഹാമും ഇസ്ഹാക്കും പോലെ ഒരുമിച്ച് നടക്കുന്നവരോട് മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച് വിവാഹത്തോടനുബന്ധിച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിപ്പാനും അങ്ങനെ പ്രിയ മകൾ മകളിന്റെ പിതാവുമായിട്ട് ഏകദേശം 8 മാസക്കാലം കമ്മ്യൂണിക്കേഷൻ നടത്തുവാനും വിവാഹാലോചനയുടെ പുരോഗതിയോടനുബന്ധിച്ച് വിവാഹം നിശ്ചയിപ്പാനും ഇന്ന് ഇവിടെ വെച്ച് വിവാഹം നടത്തുവാനും കർത്താവ് സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ മാതാപിതാക്കന്മാർ താരതമ്യേന പ്രാപ്തി കുറവുള്ളവരാണ്. എന്നാൽ എല്ലാ ഗതി എന്റെ മക്കൾക്ക് വന്നിട്ടില്ല. ഡിജോ നല്ലൊരു ഓർഗനൈസർ കൂടിയാണ്. ഈ വിവാഹത്തിന്റെ ആദ്യോടെന്തോ എല്ലാ കാര്യങ്ങളും ഡിജോ തന്നെയാണ് ചെയ്തത്. ദൈവം നൽകിയ പ്രാപ്തി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിലെ സന്ദർഭത്തിൽ ഡിജോയെയും മേർലിനെയും ഹൃദയപൂർവ്വം ഞാൻ അനുഗ്രഹിക്കുകയാണ്. യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ ശ്രേഷ്ഠനാവും. നിന്റെ ഭാര്യയും അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടവൾ. മക്കളെ പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യ വിവാഹം നടന്നപ്പോൾ ദൈവം തന്നെയാണ് വിവാഹം നടത്തിയത്. ഇന്ന് ഇവിടെ വിവാഹ ശുശ്രൂഷ നടത്തിയത് സഹോദരൻ വരീസ് കുര്യനാണ്. ദൈവത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് നടത്തിയത്. സഹോദരന് എന്റെ നന്ദി അറിയിക്കുന്നു. ആദ്യത്തെ വിവാഹത്തെ പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു, കേൾക്കാൻ മനുഷ്യരില്ലായിരുന്നു. എന്നാൽ അന്നല്ല, ഇന്നത്തെ വിവാഹത്തെ സംബന്ധിപ്പാനും ധാരാളം മനുഷ്യർ വന്നല്ലോ. നല്ല ഒരു മെസ്സേജ് പറയുവാൻ സഹോദരൻ ചാണ്ടപ്പുഴപ്പിന് ഇടയായി. ദൈവം സഹോദരന് പ്രത്യേകം നൽകിയ കൃപാവരമാണ് പ്രസംഗം. അതുകൊണ്ട് ആ സഹോദരൻ കൂടുതൽ സമയമെടുത്ത്. സഹോദരനും എന്റെ നന്ദി അറിയിക്കുകയാണ്. എന്റെ അനിയനാണ് ഈ വിവാഹ ശുശ്രൂഷ പ്രിസൈഡ് ചെയ്തത്. ഇന്ന് രാവിലെ പറന്നിറങ്ങിയതാണ്. നാളെ എവിടെയാണ് ദൈവത്തിനറിയാം. വളരെ ബിസിയായിട്ടുള്ള വ്യക്തിയാണ്. എന്നുവരെയും വിവാഹ ശുശ്രൂഷ ആദ്യോടന്തം നിയന്ത്രിച്ച് നടത്തിയ സഹോദരൻ CM ജേക്കബ് എന്റെ പ്രത്യേക നന്ദി അറിയിക്കും. നല്ല പാട്ട് പാടുന്നതിന് സഹോദരൻ ജോസ്ലിയും ടീമും വന്നു. അവർക്കും എന്റെ നന്ദി അറിയിക്കും. എന്റെ വീടിന് മുമ്പിലുള്ള സ്റ്റുഡിയോ ആണ് രാജഗിരി സ്റ്റുഡിയോവും അതുകൂടെ അങ്കമാലിയിൽ നിന്നുള്ള സ്റ്റുഡിയോയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരും എല്ലാം
ഈ രംഗങ്ങളെല്ലാം നമ്മളങ്ങ് മറന്നുപോകും. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ഇത് അറിയണം, കാണണം. അതുകൊണ്ട് അതെല്ലാം അഭ്യർത്ഥി പകർത്തിയ പ്രിയപ്പെട്ടവർക്ക് കൊണ്ട് നന്ദി അറിയിക്കും. വിവാഹത്തെ സംബന്ധിപ്പാൻ എല്ലാവർക്കും കൃപ ലഭിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിൽ നിന്നും വിവാഹം ശുശ്രൂഷയോടനുബന്ധിച്ച് കാണുവാനും കേൾക്കുവാനും ആഗ്രഹിച്ചു. അതോടനുബന്ധിച്ച് തത്സമയം ആ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു, അതായത് സമയത്ത് വിദേശങ്ങളിൽ എത്തിച്ചു. അവർക്ക് വേണ്ടി നന്ദി അറിയിക്കും. ആദ്യം വിവാഹം കോട്ടയത്ത് വെച്ച് നടത്തണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ അവിടെ വെള്ളക്കെട്ട ഉള്ളതുകൊണ്ട് അത് ആലപ്പുഴയ്ക്ക് മാറ്റി. ഇവിടെ തീരപ്രദേശമാണെങ്കിൽ വെള്ളപ്പൊക്കമില്ല. അതിന്റെ പ്രത്യേകത. ക്യാമിലോട്ടിന്റെ മാനേജ്മെന്റിനും എന്നെ നന്ദി അറിയിക്കുക. കുണ്ട്ര ബ്രദറൻ അസംബ്ലി, അങ്കമാലി ബ്രദറൻ ചർച്ച്, വൈരോൺ വില്ല, ചായഞ്ഞ പ്ലാമൂട്ടൽ കുടുംബം, എന്റെയും ഡെയ്സിയുടെയും ഭവനത്തിലുള്ളവർ, സൗരൻ സി തോമസ് ഷമോലിന്റെയും സൗരി മേൽസിയുടെയും ഭവനത്തിലുള്ളവർ, ബന്ധുപുത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി വിവാഹത്തിന് ശേഷം ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. നല്ല ഭക്ഷണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് ഭക്ഷണം ഒരുക്കിയിരിക്കുന്ന നില കാറ്ററേഴ്സ് എറണാകുളം, അവർക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു സ്റ്റേജ് സെറ്റ് ചെയ്ത് ആലപ്പുഴയിലുള്ള ഷാജിക്കും നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറട്ടെ. പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കുക. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. അവിടുന്ന് അനാദിയും ശാശ്വതമായും ദൈവമായിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കിന്ന് ദൈവസനിലിരുന്നുകൊണ്ട് കർത്താവെ ഈ ശുശ്രൂഷ കാണുവാനും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ഇത്ര വലിയൊരു സദസ്സിന് കർത്താവ് അവസരം കൊടുത്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് വിവാഹബന്ധത്തിൽ യോജിപ്പിച്ചിരിക്കുന്നതായ പ്രിയ ഡിജോയ്ക്കും മെർലിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിലൊരു കുടുംബം കൂടി കർത്താവ് സ്ഥാപിച്ചു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന കർത്താവെ, അവർക്കിനി വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവെ, നിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവെ, നീ അവർക്ക് ആവശ്യമായ ആലോചനകൾ പറഞ്ഞു കൊടുത്ത് അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവെ അങ്ങിടയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷ ചെയ്തതായ സഹോദരൻ വർഗീസ് കുര്യന് വേണ്ടിയും കർത്താവെ, മറ്റേ ശുശ്രൂഷയിൽ പങ്കെടുത്ത സഹോദരൻ ചാണ്ടപ്പിള്ള പിൽപ്പിന് വേണ്ടിയും മറ്റെല്ലാ ശുശ്രൂഷയിലും പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, വരും ദിവസങ്ങളിലും കർത്താവിന്റെ വരവോളം കർത്താവെ ഇനിയും ശുശ്രൂഷയിൽ എല്ലാവർക്കും പങ്കെടുത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ തരുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഡിജോയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. മാനവും മഹത്വവും തിരുമേനി എടുക്കണമേ. എല്ലാം യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷിയ ഇന്ന് പുതുതായിട്ട് കർത്താവ് സ്ഥാപിക്കപ്പെട്ടതായ ഡിജോയുടെ കുടുംബത്തോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. വിവാഹ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അല്പസമയം കൂടെ ക്ഷമിക്കണം. ചുരുക്കം ചില സമയങ്ങൾ റിസപ്ഷനിലേക്ക് നാം കടക്കുകയാണ്. ഈ റിസപ്ഷന്റെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയ സഹോദരൻ ജോർജ് എം ജോണിനെ ക്ഷണിക്കുകയാണ്. പ്രിയ ഡിജോയുടെ ജ്യേഷ്ഠ സഹോദരനാണ്. നമുക്ക് റിസപ്ഷനിലേക്ക് കടക്കാം. May God's name be glorified. This is the Lord's doing. It's marvelous in our eyes. And we just witnessed the wedding ceremony of Dijo and Merlin. And why don't we just give a round of applause for Mr. and Mrs. Dijo Matthew John. And
welcoming them. Aaron and Janie will give the bouquet to Dijon and Merlin. We just have it's just going to take about 5 minutes. I know we're all anxious and we want to eat, but just bear with us for 5 more minutes as we'll have a short program. So Aaron and Janie will come and hand the bouquet to Dijon and Merlin. Why don't we give them another round of applause? All right. After this will be the cake cutting. They will be doing the cake cutting ceremony for the first time. So Dijon and Merlin, please come to the cake. Go ahead, Dijon, you can cut the cake. Okay, you both can take a seat and we'll have drinks for them, and it will be served by the eldest aunts. Both Lily Matthew and Lolly Matthew will give them the drinks for Dijon and Merlin. And during that, the cousins and the family, we want to sing a song for Dijon and Merlin. And the song is He Leadeth Me. So ask the family to come here and we'll sing that song while Lily Mama and Lolly Auntie will give that drink to Dijon and Merlin. After the song, I request John Phillip to come and pray for the food, and we'll close this session. May His name be glorified. He leadeth me, O blessed thought, O
The food will be served downstairs, and now John Philip will be praying. Shall we look to the Lord in prayer? Our gracious Father, we thank you for this wonderful day. We want to thank you for Brother Dijo and dear sister Merlin. We thank you for uniting them together in holy marriage today. And as they embark on a new journey in their life, Father, we pray that may be with them. Just as, Lord, we sung this morning that He leadeth me by His own hands. Pray that He may lead them and guide them in this new journey that they have begun today. Pray that He may fill their hearts with joy. Pray that He may enable them to build their homes around your holy word. Pray that You may enable them to honor and glorify your name in everything that they do in the days to come. Pray that You may bless them with children and a godly generation. Pray that You may be with them in every circumstances of their life, that they'll be able to find grace and help from above to resolve all the problems that face in the days to come. We also commit this day into your hands as they begin, Lord, their life. We pray that You may be with them and bless them in a very, very special way. We thank You for all the relatives, friends, and our co-believers gathered here for this wonderful occasion. Pray that You may bless each and every one of them. We also thank You for the food You have provided for us. And Lord, we pray that You may bless the food. And as we take it, Lord, we pray that You may give us health and strength to live for Your glory. We thank You for everything that You are doing in our life. We praise You and we worship You. We adore You, Lord. We exalt Your name. And we offer our praises and worship and our praise and petitions in the holy and majestic name of our Lord and Savior, Jesus Christ. Amen. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താഴെടുത്ത നിലയിലാണ് ഫുഡ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളാരും വീണ്ടും ഓർപ്പിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോവും. ദൈവം നമ്മെ സഹായിക്കട്ടെ.
വീട്ടുകാരെ ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിലേക്ക് വരുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. This is my desire to honor you, Lord, with all my heart I worship you. All I have within me I give you praise. All that I adore is in you. This is my desire to honor you, Lord, with all my heart I worship you. All I have within me I give you praise. All that I adore is in you. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake. Lord, have your way in me. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake. Lord, have your way in me. This is my desire to honor you, Lord, with all my heart I worship you. All I have within me I give you praise. All that I adore is in you. This is my desire to honor you, Lord, with all my heart, worship you. All that I adore, I give you praise. All that I adore is in you, is in you. Lord, I give you my heart, give you my soul. I live for you alone. Every breath that I take, every moment I'm awake.
heart, keeping my soul. I live for you alone. Every breath that I take, every moment I'm away. Lord, have your way in me. Lord, I give you my heart, give you my soul. I live for you alone. Every breath that I take, every moment I'm away. Lord, have your way in me. Every breath that I take, every moment I'm away. Lord, have your way in me. Lord, have your way in me. Lord, have your way in me.
you.